ഹലോ ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. വാമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അമ്മ ദേ രാവിലെ തന്നെ ചിക്കൻ കറിയിലെ പ്രിപ്പറേഷനാണ് കേട്ടോ. എണ്ണയിൽ കടുകൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുവാണ്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. നമ്മളിന്ന് ചിക്കൻ കറിയും ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ കരുതുന്നത്. അങ്ങനെ അമ്മ സവാളയൊക്കെ മൂപ്പിച്ചെടുക്കുവാണ്. അമ്മ ചിക്കൻ കറി റെഡിയാക്കട്ടെ. അപ്പോഴത്തേക്ക് വാമിക്കുട്ടി ഒന്ന് റെഡിയാക്കി വിടാം സ്കൂളിലേക്ക്. മോള് സ്കൂളിലേക്ക് പോയി തുടങ്ങിയിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് അവളെ സ്കൂളിലേക്ക് വെട്ടിയതിന് ശേഷം വന്ന് ചിക്കൻ കറി അപ്പോഴത്തേക്ക് അമ്മ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതൊക്കെ ഇട്ട് ചിക്കൻ കറി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ അടുപ്പിലേക്ക് മാറ്റി, അടുപ്പിൽ വയ്ക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ അടുപ്പിലേക്ക് ആക്കി സെറ്റാക്കി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്ത് ചിക്കൻ കറി അമ്മ അപ്പോഴത്തേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നമുക്ക് റൈസ് വെക്കാമെന്ന് കരുതി. ആദ്യം റൈസ് സെറ്റാക്കി എടുക്കാമെന്ന് കരുതി. അങ്ങനെ അതിലേക്ക് നെയ്യും ഇട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ഇല്ലേ, അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വരട്ടെ. റൈസിന് ആവശ്യമായിട്ട് ഒരു 1.5 കിലോ അരിക്കുള്ള വെള്ളമാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ അരിക്കുള്ള വെള്ളം വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അരി കഴുകി അതിലേക്ക് ഇടാം. അങ്ങനെ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിയിട്ട് അരിയും കൂടെ നമ്മളിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം എണ്ണയും, നമ്മൾ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. പിന്നെ കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, അരി ഒന്നും തമ്മിൽ ഒട്ടുപിടിക്കാതിരിക്കാൻ. അരി അവിടെ വെക്കണമെന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് നോക്കാം. നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീൻസ് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഇല്ലേ, അത് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് സവാള, ബീൻസ്, ക്യാരറ്റ് ഇതൊക്കെയാണ് കേട്ടോ. ആദ്യം നമ്മൾ സവാള ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ക്യാരറ്റും ബീൻസും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ക്യാഷ്യൂസ് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ക്യാഷ്യൂസും മുന്തിരിങ്ങ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീൻസും ക്യാരറ്റും വഴന്ന് വന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പും ഇട്ട് കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ അതിലേക്ക് ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് കൂടെ അതിലേക്കിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി വറുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അതുകൂടെ മേളിലൂടെ ഇട്ട് കഴിഞ്ഞാൽ റൈസ് സെറ്റായി. വിസ്തേറിന് സാലഡിൻ്റെ പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വാമിക്കുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നു. കേക്ക് മുറിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. കരഞ്ഞു വരുന്നത് ട്യൂഷന് പോകണ്ടെന്നുള്ള ബഹളമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വാമിക്കുട്ടി കേക്കൊക്കെ മുറിച്ച് വാമിയുടെ അച്ഛനും അമ്മയും അപ്പയും ഒക്കെ ചേർന്ന് കേക്കൊക്കെ കൊടുത്തു. വിസ്തേന 3 ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. വിഷ്ണു അണ്ണനും അച്ചു അണ്ണനും അപ്പു അണ്ണനും. അച്ചു അണ്ണൻ എൻ്റെ വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രയും 10 വർഷം കഴിയുമ്പം